8 വർഷത്തെ നിയമ പോരാട്ടം വിസ്താരം നടന്നത് 110 ദിവസം. വിസ്തരിച്ചത് 261 സാക്ഷികളെ. നടിയെ ആക്രമിച്ച കേസിൽ വിധി നാളെ വരുമ്പോൾ ആ കേസ് തന്നെ മലയാള സിനിമാ ഇൻഡസ്ട്രിയെ അതിനു മുൻപും പിൻപുമെന്ന 2 കാലഘട്ടമായി വിഭജിച്ചിട്ടും 8 ആണ്ടാകുന്നു. വെള്ളിത്തിരയിലെ നായകന്മാർ നൊടിയിട കൊണ്ട് വില്ലന്മാരാകുമെന്നും സ്ത്രീയുടെ മാനം രക്ഷിക്കാൻ ഗ്രാമം വരെ കത്തിക്കുന്ന ജനനായകന്മാർ തിരശീലയ്ക്കപ്പുറത്ത് കൊട്ടേഷൻ കൊടുത്ത് സിനിമയിൽ കാണാത്ത ആന്റി ക്ലൈമാക്സ് ഉണ്ടാക്കുമെന്നും ഡയലോഗ് അടിച്ച് തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന നമ്മുടെ മെഗാ സൂപ്പർ താരങ്ങൾ സ്വന്തം സഹപ്രവർത്തകയ്ക്ക് നൊന്താൽ വായടച്ച് മിണ്ടാതിരിക്കുമെന്നുമൊക്കെ മലയാള സിനിമ കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കിയത് ഈ കേസിന് ശേഷമാണ്. അമ്മ എന്ന താരസംഘടന പെൺമക്കൾക്കൊപ്പമല്ല എന്ന് വ്യക്തമാക്കി ഇറങ്ങിപ്പോയ മലയാള സിനിമയിലെ നട്ടലുള്ള സ്ത്രീകൾ WCC എന്ന ഉത്തരമെഴുതിയത് ഈ കേസിന് ശേഷമാണ്. ഇന്ത്യൻ സിനിമയിൽ മറ്റെവിടെയും കേൾക്കാത്ത ശുദ്ധികലശത്തിനായി ഹേമ കമ്മിറ്റി എന്ന കമ്മിറ്റി ഉണ്ടായതും കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഇൻഡസ്ട്രി കുലുങ്ങി വിറച്ചതും ഈ കേസിന് ശേഷമാണ്. എല്ലാം തൂത്ത് വൃത്തിയാക്കിയെന്ന് പറയാനാവില്ലെങ്കിലും പവർ ഗ്രൂപ്പുകളെ ചോദ്യം ചെയ്ത് പുതിയൊരു മലയാള സിനിമാ മേഖല ഉയർത്തെഴുന്നേറ്റ് വരുന്നതും ഈ കേസിന് ശേഷമാണ്. അസാധാരണമായ നിയമ പോരാട്ടങ്ങളുടെ പേരിലും ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന കേസിന്റെ വിധിയാണ് നാളെ വരുന്നത്. 90ഓളം ഹർജികൾ സുപ്രീം കോടതി വരെ ഫയൽ ചെയ്ത 8ാം പ്രതി ദിലീപ് നടിയും കോടതി കയറിയിറങ്ങി തടസ്സ ഹർജികൾ കൊടുത്തു. 5 തവണ വിചാരണ നീട്ടിവെച്ചപ്പോൾ ജഡ്ജിയെ തന്നെ മാറ്റണമെന്ന് അതിജീവിതയുടെ ആവശ്യം. പിന്മാറിയത് 2 പ്രോസിക്യൂട്ടർമാർ. അനധികൃതമായ ദൃശ്യങ്ങൾ തുറന്നു കണ്ടെന്ന ആരോപണത്തിൽ ജില്ലാ ജഡ്ജി പോലും സംശയ നിഴലിലായ കേസ്. ആരൊക്കെ ഇരുമ്പഴിക്കുള്ളിലാകും? തിരിച്ചുവരവെന്ന് കൊട്ടിഘോഷിക്കുന്ന ഭബബയുടെ റിലീസിന് മുന്നേ അകത്താകുമോ ദിലീപ്? പരിശോധിക്കുന്നു പ്രൈം ടിവി. സ്വാഗതം. പാനലിൽ ചേരുന്നു സംവിധായകൻ ജോസ് തോമസ്, ആക്ടിവിസ്റ്റ് ധന്യാരാമനും ഒപ്പം ആക്ടിവിസ്റ്റ് ദിവ്യ ദിവാകരനും. റിട്ടയർഡ് SP ജോർജ് ജോസഫും അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ചേരും. ടെലിഫോണിൽ സംവിധായകൻ ശാന്തിവിള ദിനേശിനെ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ജോസ് തോമസ്, മലയാളം സിനിമാ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് മുമ്പും പിൻപും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു കേസ് തന്നെയാണെന്ന് ഞാൻ പറയാതെ തന്നെ താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വിധി വരുമ്പോൾ ഫിലിം ഫ്രറ്റേണിറ്റി അത് ഏത് തരത്തിലാണ് കാണുന്നത്? ജനനായകൻ എന്ന് വിളിക്കപ്പെടുന്ന ദിലീപിന്റെ പുതിയ സിനിമ ട്രെയിലറുകൾ കഴിഞ്ഞ് ഇനി തിയേറ്ററിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അതിനു മുൻപേ അകത്തേക്ക് പോകേണ്ട സ്ഥിതിയിലേക്ക് ദിലീപ് കടക്കുമോ അതോ മറിച്ചാകുമോ വിധി? ഏത് തരത്തിൽ കാണുന്നു സിനിമ ഇൻഡസ്ട്രി താങ്കൾ? ഇപ്പോ സിനിമ ഇൻഡസ്ട്രി, മാധ്യമങ്ങളും ജനങ്ങളും എല്ലാവരും ഈ എക്സാം എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന പോലെയാണ്. നമ്മൾ അതിന് മുമ്പ് അകത്താകുമോ പുറത്താകുമോ എന്നൊക്കെയുള്ള ഡിസ്കഷൻ നടക്കുന്നത് നാളെയാണ് വിധി പറയുന്നത് എന്ന് പറയുന്നു. ഈ വിധി പറഞ്ഞു കഴിഞ്ഞാലും അതിന് മേൽക്കോടതികളുണ്ട്. എവിടെയൊക്കെ വരെ പോകാം, എത്ര കാലം പോകും, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടും. അതല്ല, അയാൾ തെറ്റുകാരനല്ല എന്ന് ബോധ്യം വന്നെങ്കിൽ വെറുതെ. ഇതാണല്ലോ സംഭവിക്കുക. ഇവിടെ സിനിമയിൽ അതിനു മുമ്പും അതിനുശേഷവും എന്ന് പറയുന്ന 2 ഭാഗമായിട്ട് തിരിക്കുക എന്ന് പറയുന്നത് അത് ശരിയായ ഒരു കാര്യമല്ല. അങ്ങനെയൊന്നും ഇല്ല. ദിലീപിന്റെ ഈ കേസ് ഉണ്ടായിട്ട് 8 വർഷമായി. അപ്പോഴും സിനിമകൾ നടക്കുന്നുണ്ട്. സിനിമകൾ, ഹിറ്റ് സിനിമകൾ ഉണ്ടാവുന്നു, ഫ്ലോപ്പ് സിനിമകൾ ഉണ്ടാവുന്നു. ദിലീപിന് കുറച്ച് പരാജയങ്ങൾ ഉണ്ടായിരുന്നു. അത് ദിലീപ് ഈ കേസിൽ പെട്ടത് കൊണ്ടല്ല. കേസിൽ പെട്ടത് കൊണ്ട് ഞങ്ങൾ ആ സിനിമ കാണുന്നില്ല എന്ന് വിചാരിക്കുന്നവരില്ല. കേസിൽ പെട്ടതിന് ശേഷമാണ് രാമലീല എന്ന് പറയുന്നത് റിലീസ് ചെയ്തത്. എന്നാൽ പിന്നീട് വന്ന സിനിമകൾ നന്നായിരുന്നില്ല. ആ സിനിമകളൊക്കെ അതിന്റെ കണ്ടന്റോ അല്ലെങ്കിൽ അതിന്റെ മേക്കിങ്ങോ ഒന്നും പുതിയ കാലഘട്ടത്തിന് ചേരുന്നതായിരുന്നില്ല. ദിലീപ് അപ്പോഴും പഴയ സിനിമാ സങ്കല്പങ്ങളിലാണ്. ദിലീപ് ഈ സ്വാഭാവികമായിട്ടും സബ്ജക്റ്റിലും അതിന്റെ തിരക്കഥയിലും ഒക്കെ ഇടപെടുന്ന ആളാണ്. അപ്പൊ ദിലീപിന്റെ മനസ്സിൽ ആ പഴയ സിനിമാ സങ്കല്പങ്ങളിൽ കിടന്നുകൊണ്ട് അതിന്റെ ചൂട് പിടിച്ചിട്ടാണ് സിനിമകൾ ചെയ്തിരുന്നത്. സിനിമകൾ പരാജയപ്പെട്ടു. അല്ലെങ്കിൽ ദിലീപ് പ്രതിയായതുകൊണ്ട് കാണുന്നില്ല എന്ന് കരുതി സിനിമ പരാജയപ്പെട്ടതല്ല. എന്തായാലും എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ മാധ്യമങ്ങൾക്കായാലും മറ്റ് ചിലർക്കൊക്കെ ആയാലും ദിലീപിനേക്കാൾ ആശങ്കയാണ് നാളെ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത്. അതാണ് ഞാൻ കൗതുകത്തോടെ കാണുന്നത്. എന്തായാലും എനിക്ക് അതിനകത്ത് ഞാനൊരു ദിലീപിനെ നായകനാക്കി 3 സിനിമകൾ ചെയ്ത ആളാണ്. ദിലീപുമായിട്ട് സുഹൃത്ത് ബന്ധമുണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ ദിലീപിനൊപ്പമാണോ, ദിലീപിന്റെ അല്ലെങ്കിൽ നടിക്കൊപ്പമാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു വ്യക്തമായിട്ട് കാര്യം പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത്
ഇന്നസെന്റ് മരിക്കുന്നതിന് മുമ്പ്, ഇന്നസെന്റ് അമ്മയുടെ പ്രസിഡന്റായിരുന്ന കാലത്താണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നസെന്റിനോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താണ് ദിലീപിനെ അത്രയധികം സപ്പോർട്ട് ചെയ്തത് എന്ന് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ടോക്ക്. അപ്പൊ ഇന്നസെന്റിയുടെ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇവിടെ നമ്മൾ ദിലീപുമായിട്ട് എത്ര വർഷത്തെ ബന്ധമുണ്ട്, ആ ബന്ധത്തില് ഞാൻ അവനോട് തുറന്ന് ചോദിക്കുകയാണ്, ദിലീപേ, നിനക്ക് എന്തെങ്കിലും 1% ഇതിൽ ഇൻവോൾവ് ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നീങ്ങാം, നീ എന്നോട് സത്യം പറയൂ. അപ്പോൾ ഇന്നസെന്റിനോട് ദിലീപ് പറഞ്ഞു, ചേട്ടാ, ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ആളല്ലേ ചേട്ടൻ, ഞാൻ സത്യമായി പറയുന്നു, എന്റെ മകൾ സത്യമാണെങ്കിൽ, എന്റെ കുടുംബം സത്യമാണെങ്കിൽ എനിക്ക് ഇതിൽ ഒരു ബന്ധവുമില്ല, ഞാനിത് മനസ്സാവാതെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ദിലീപിനൊപ്പം നിന്നത് എന്ന് ഇന്നസെന്റ് പറയും. ഒരാൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിൽ വിശ്വസിക്കുകയല്ലേ വേണ്ടതെന്നാണ് ഇന്നസെന്റ് ചോദിച്ചത്. എന്നാൽ കുറ്റം ചെയ്തയാള് സത്യമാണോ പറയുന്നത്, കള്ളം പറയില്ലേ എന്നൊരു ചോദ്യം വരാൻ, അതൊക്കെ കോടതി കണ്ടുപിടിക്കേണ്ട കാര്യം. എന്റെ കാഴ്ചപ്പാടിൽ ദിലീപ് കുറ്റക്കാരനാണോ എന്ന് വിധി പറയാൻ ഞാൻ ആളല്ല. ഞാൻ നാളെ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ആശങ്കയോടെ കാത്തിരിക്കുകയാണ്. അല്ല, ശ്രീ ജോസ് തോമസ്, ഒറ്റ കാര്യമാണ് ശ്രീ ജോസ് തോമസ്, നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴായിട്ട് ദിലീപിന്റെ ഭാഗത്തുനിന്ന് താൻ ഇതിനകത്ത് പെട്ടതാണ്, ഇങ്ങനെ തരത്തിലുള്ള പല വാദമുഖങ്ങളൊക്കെ വന്നതാണ് മാധ്യമങ്ങളിലൊക്കെ. മറിച്ചാണ് വരുന്നതെങ്കിൽ അങ്ങനെ ഒരു വെളിപ്പെടുത്തലിലേക്ക്, അത്തരം ചില നാടകീയ രംഗങ്ങളിലൊക്കെ കടക്കാനായിരിക്കുമോ ദിലീപ് ടീം ശ്രമിക്കുക? അത് സ്വാഭാവികമായിട്ടും ദിലീപ് ആദ്യം മുതൽ പറയുന്നത് എന്നെ പെടുത്തിയതാണ്. ദിലീപിന്റെ ഈ കേസിൽ വെറുതെ വിട്ടാൽ, അല്ലെ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിച്ചാൽ, ദിലീപ് സ്വാഭാവികമായിട്ടും മാനനഷ്ടത്തിന് പോകുന്നു. കാരണം ഇതിന് സത്യം തെളിയിക്കേണ്ടത് ദിലീപിന്റെ ഒരു ആവശ്യമാണ്. ദിലീപ് മാനനഷ്ട കേസ് കൊടുക്കുക തന്നെ ചെയ്യും. കാരണം ഇത് പ്രതിയാക്കിയവർക്കെതിരെ അത് സർക്കാരാണ് എന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഇതിനകത്ത് കളിച്ചവരാരാണ് അതിപ്പോഴും അറിയേണ്ടിയിരിക്കുന്നു. ദിലീപ്, എനിക്ക് അടുത്തറിയാവുന്ന ദിലീപ് ഒരിക്കലും ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന ആളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇത് ഞാൻ ദിലീപിനെ ന്യായീകരിക്കാനാണെന്ന് പറയും. അങ്ങനല്ല. ഞാൻ അത്രയും ഒരു മണ്ടത്തരം കാണിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു, അല്ലെങ്കിൽ സമൂഹം സംശയിക്കുന്നു, അല്ല ദിലീപിനെ അറിയാവുന്നവർ സംശയിക്കുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ദിലീപ് അതിൽ പെട്ടിട്ടില്ല, ഇല്ലായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ട് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഇത് കേൾക്കുന്നവർ ചിലര് പറയുന്നു ശ്രീപീഡകൻ, നടിയെ ആക്രമിച്ചവൻ എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് എത്രമാത്രം അറിയാം ദിലീപ് അതിൽ ഇൻവോൾവ് ആണ് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിലൊക്കെ വന്ന് പറയുമല്ലോ, അവൻ വഞ്ചകനാണ്, അവൻ ശ്രീപീഡകനാണ്, അവൻ നടിയെ കൊട്ടേഷൻ കൊടുക്കുന്നവനാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഇതെങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നത്? കോടതിക്ക് പോലും അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഈ മാധ്യമങ്ങളിൽ വന്നിരുന്ന് പറയുന്നവർ എങ്ങനെയാണ് പറയുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറ്റെന്തെങ്കിലും ശത്രുത കൊണ്ടാണ്, അല്ലെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന ഒരു നടന്ന സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ദിലീപിന് ശത്രുക്കളുണ്ട്, മിത്രങ്ങളും. ശത്രുക്കൾ എന്ന് പറയുന്നത് വളരെ താഴ്ന്ന നിലയിൽ നിന്നും നായകൻ വന്ന് സിനിമയുടെ വിവിധ മേഖലകൾ കീഴടക്കിയ ഒരാളെന്നുള്ള നിലയ്ക്ക് അതിലോട് ശത്രുതയുള്ളവരുണ്ട്. ശരി, ഞാൻ തിരികെ എത്താം ശ്രീ ജോസ് തോമസ്. നാളെ തീരുമാനിക്കപ്പെടുന്ന വിധിയാണ്. നമുക്കത് കേസിന്റെ മെറിറ്റിന് അപ്പുറത്തേക്ക് ഏത് തരത്തിൽ ഇത് കാണുന്നു, ഇതിനെക്കുറിച്ച് ഈ മണിക്കൂറുകൾ എങ്ങനെ വിലയിരുത്തപ്പെടുന്നു നിയമവൃത്തങ്ങളിൽ നിന്ന് എന്ന് കൂടിയുള്ള വിഷയമുണ്ട്. സംവിധായകൻ ശാന്തിവിള ദിനേശ് നമുക്കൊപ്പം ടെലിഫോണിൽ. ശ്രീ ശാന്തിവിള ദിനേശ്, എല്ലാ കാലത്തും ദിലീപിന് വേണ്ടി മാധ്യമങ്ങളിൽ വാദിച്ചിരുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. ഇനിയിപ്പോൾ അല്പം മണിക്കൂറുകൾ മാത്രമാണ് ആ നിർണായകമായിട്ടുള്ള വിധിയുള്ളത്. ഈ പുറത്ത് ഇപ്പോഴും വരുന്നത് ദിലീപ് ഈ സംഭവത്തിന് ശേഷം മുഖ്യമന്ത്രിക്ക് വരെ മെസ്സേജ് അയച്ചു എന്നതടക്കമുള്ള തെളിവുകൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ തെളിവുകൾ അന്വേഷണ സംഘം ഈ സമയത്ത് പോലും സമർപ്പിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴും താങ്കൾ വിശ്വസിക്കുകയാണോ ദിലീപ് നിരപരാധിയാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷയ്ക്ക് അർഹനല്ല എന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു? അതെ, ഒന്നാമത്തെ പ്രശ്നം, ഞാൻ ജീവിതത്തിൽ ചില പ്രിൻസിപ്പിൾ വേണമെന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു നൊട്ടോറിയസ് ക്രിമിനലുമായിട്ട് ഞാൻ ചങ്ങാത്തം കൂടില്ല. രണ്ട്, എന്താ പറയാ, മഞ്ജു വാര്യരും ദിലീപും കൂടി ജീവിച്ച ബെഡ്റൂമിൽ ദാമ്പത്യ വിജയമില്ലായിരുന്നു എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകൻ ഈ കേരളത്തിലുണ്ട്. അവരുടെ ദാമ്പത്യ ജീവിതം സുഗമമായിരുന്നില്ല, കാരണം ബെഡ്റൂമിൽ ഇയാൾ ഒരു പരാജയമായിരുന്നു എന്ന് പറഞ്ഞ പത്രപ്രവർത്തനമുണ്ട്. അങ്ങനെ എന്താ പറയാ, ശിക്ഷയൊക്കെ ഒരുപാടായില്ലേ, ഒരുപാട് വർഷങ്ങൾ കൊണ്ട് 7 വർഷം കൊണ്ട് അയാളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ തന്നെ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് നിങ്ങളുടെ ചാനലുകൾ
എന്തെല്ലാം വിധിക്കുന്നു. എനിക്ക് പറയാൻ പേടിയൊന്നുമില്ല. ആ മൊട്ട അരുൺ എന്ന് പറഞ്ഞ 24-ലെ അല്ല മറ്റേ റിപ്പോർട്ടറിലെ മൊട്ട അരുൺ ആ കുട്ടിയുടെ ബന്ധുവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, എന്റെ സിനിമയിലെ നായികയായിരുന്നു ആ കുട്ടി. അവൾ എന്റെ ഒരു നല്ല അനിയത്തി കുട്ടി എന്ന് മാത്രമല്ല, അവളുടെ അച്ഛൻ 35 വർഷത്തെ എന്റെ സുഹൃത്തായിരുന്നു. പക്ഷേ ഈ മൊട്ട അരുണിനെ പോലെയൊക്കെയുള്ള പത്രപ്രവർത്തകന്മാർ കാണിക്കുന്ന ചെറ്റതരം ഉണ്ടല്ലോ, അതായത് ഇയാളെ തൂക്കിക്കൊല്ലണം, അയാള് ബാക്കി പൾസർ അടക്കമുള്ള മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാരെല്ലാരും രക്ഷപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷെ ദിലീപിനെ എങ്ങനെ തകർക്കാമെന്ന് ആലോചിക്കുന്ന ഒരു വലിയ ടീം പത്രപ്രവർത്തന രംഗത്തും സിനിമാ രംഗത്തും ഉണ്ട്. അവരുടെ നെഞ്ചിലെ ഇറങ്ങണമെങ്കിൽ ഇയാളെ തൂക്കിക്കൊല്ലണം. അതാണ് പ്രശ്നം. നാളെ എന്തെല്ലാം ഇനി പറയാൻ പോണെന്ന് നോക്കിക്കോളൂ. ഇപ്പൊ തന്നെ ഞാൻ അറിഞ്ഞത് ശരിയാണോ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു മണ്ടൻ ഹൈക്കോടതി പോയി ഒരു പേപ്പർ എന്തോ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. മറ്റന്നാൾ ഇലക്ഷനാണ്, നാളെ വിധി പ്രഖ്യാപിക്കരുത്. കാരണം അപ്പൊ അവന് തന്നെ അറിയാം മറ്റന്നാൾ ഇലക്ഷൻ ഇത് ബാധിക്കും. കാരണം നാളെ ഇയാളെ വെറുതെ വിടുമ്പോ അത് വലിയ ദോഷം ചെയ്യും പാർട്ടിക്കെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാമായിരിക്കും. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷെ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് സത്യം ജയിക്കട്ടെ. ആ കുട്ടിക്ക് എന്തെങ്കിലും അങ്ങനെ പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി ചെയ്തവന്മാർക്ക് കൊടുക്കട്ടെ. ഇപ്പൊ 6 പേരെ അറസ്റ്റ് ചെയ്ത ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ അങ്ങനെ വിടുവാ പറയുന്ന ആളല്ല പിണറായി വിജയൻ. അദ്ദേഹം പറഞ്ഞാണ് ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ അതേ മുഖ്യമന്ത്രി അതേ വാഗൊണ്ട് പറയേണ്ടി വന്നു ആ ഒരു സിനിമാ നടനെ ഇങ്ങനെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ ചങ്കുറ്റം കാണിച്ച ഒരാളെ ഉള്ളൂ, അത് ഞാനാണെന്ന്. ഇത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയുടെ കയ്യിൽ പെട്ടുപോയതാണ് ദിലീപിന് പറ്റിയ ഏറ്റവും വലിയ ദൗർഭാഗ്യം. കാരണം എല്ലാ തെളിവുകളും ഉണ്ട് സാറേ. ഞാൻ അറസ്റ്റ് ചെയ്തോട്ടോ എന്ന് ചോദിച്ചാൽ ഒരു മുഖ്യമന്ത്രിക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് ദിലീപ് വീണുപോയത്. എന്നിട്ട് കഴിഞ്ഞ 8 വർഷം തെളിവ് അന്വേഷിച്ച് നടക്കുകയാണ് ദിലീപിനെതിരെ. എല്ലാ തെളിവും ഉണ്ടെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ആ പെണ്ണുമ്പിള്ള അവസാനം എത്ര വെള്ളം ടാങ്കറിൽ നിറയ്ക്കുന്നു എന്ന് അന്വേഷിച്ച് പെൻഷനാ വേണ്ടി വന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ ഒരു DGP ആയി എന്താ പറയാ നമ്മുടെ ക്രമസമാധാന പാലനമൊക്കെ നടത്തി പെൻഷനാവേണ്ട സ്ത്രീ ആയിരുന്നു. പക്ഷെ ജീവിതം യൂണിഫോം ഇട്ടുകൊണ്ട് എന്തെല്ലാം കാണിക്കാൻ പാടില്ല അതൊക്കെ കാണിച്ചിരുന്ന ഒരു സ്ത്രീയാണല്ലോ ഈ കേസ് അന്വേഷിച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ വേറൊരു ചെറുപ്പക്കാരനോട് ഇങ്ങനെ ചെയ്യരുത്. സിനിമയിൽ ഒരുപാട് ശ്രീ ശാന്തിവിള ദിനേശ്, എന്തായാലും വിധി വരുന്നത് കൊണ്ട് മുൻവിധികളൊന്നും ഇതിനകത്ത് വേണമെന്നില്ല. പക്ഷെ അപ്പോഴും ഈ 8 വർഷം എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യത്തിന് വളരെ സധൈര്യം ഒരു അന്വേഷണത്തെ നേരിടുന്ന ഒരു ദിലീപിനെ അല്ല കേരളം കണ്ടത്. തുടരന്വേഷണം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് എത്ര ഹർജി 90ഓളം ഹർജി നൽകിക്കൊണ്ട് ദിലീപ് കേസ് നീട്ടിക്കൊണ്ടുപോയില്ലേ? താങ്കൾ കൂടെ വിധിക്കുന്നേ. കാരണം അയാൾക്ക് പറയാനുള്ള ഒരു കാര്യം പറയണ്ട, നിങ്ങളങ്ങ് വിധിച്ചാൽ മതി. പത്രക്കാരെല്ലാം കൂടെ അങ്ങ് വിധിക്കുന്നേ. അയാൾ ഒരു പെണ്ണുപിടിയനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അയാള് ഈ കേസിൽ പെടുന്നതിന് മുമ്പ് വരെ ഒരു സാധാരണ തെറ്റി കേസിലെ പ്രതിയായിരുന്ന ആളല്ല അയാൾ. നിങ്ങൾ എന്താ അതൊക്കെ മനസ്സിലാക്കാത്തെ? അല്ല അതുകൊണ്ട് അതെന്ത് ന്യായമാണ് ശ്രീ ശാന്തിവിള ദിനേശ്? അതൊരു മുട്ടാപ്പോക്ക് ന്യായമാണ്. ഇതിനു മുമ്പ് കേസ് ഉണ്ടായിരുന്നില്ല എന്ന് കരുതി പിന്നീട് ഒരിക്കൽ ചെയ്യുമ്പോൾ നിരുപാധികം വിട്ടയക്കണമെന്നാണോ? അതെന്താ? ഞാൻ നിങ്ങളുടെ ഇതാ ഇപ്പൊ പറയുന്നു. ഈ കേസിൽ ഞാൻ ഈ അടുത്ത കാലത്ത് ദിലീപിന്റെ വക്കീലിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഡി സിനിമാസ് വിറ്റിട്ടായാലും ശരി, ഈ കേസിന്റെ വിധി വന്നു കഴിഞ്ഞാൽ ഒരു 10 പേരുടെ പേരിലെങ്കിലും മാനനഷ്ട കേസ് ഫയൽ ചെയ്യണമെന്ന്. കാരണം ഇതിലെ 2 സ്ത്രീകളുടെ, മലയാള സിനിമയിലുള്ള 2 പ്രഗത്ഭരായ 2 നടികളുടെ പാസ്പോർട്ട് പരിശോധിച്ചാൽ മതി ഈ കേസ് തെളിയിക്കാൻ പറ്റും ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന്. കാരണം ഇവര് ദുബായിൽ എന്താണ് ഈ കേസ് തുടങ്ങിയതിന് ശേഷം ഇന്ന് തീരുന്നതിനിടയിൽ എത്ര പ്രാവശ്യം ഇവർ 2 പേരും, ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ എറണാകുളത്ത് നിന്നും യാത്ര ചെയ്ത് ദുബായിൽ പോയി എന്താണ് ഇവർ ചർച്ച ചെയ്തിരുന്നതെന്ന് അന്വേഷിച്ചാൽ, CBI പോലുള്ളൊരു ഏജൻസി അന്വേഷിച്ചാൽ തത്ത പറയുമ്പോൾ ഈ കേസ് തെളിയും. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. നിങ്ങളൊക്കെ പക്ഷേ ഈ ദിലീപിനെ എങ്ങനെയെങ്കിലും തീക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ടീമുകളായതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ശരി, ശ്രീ ശാന്തിവിള ദിനേശ്, താങ്കൾ പറയുന്നത് പോലെ ഇനിയിപ്പോൾ ദിലീപിന് അനുകൂലമായിട്ടാണ് ഈ വിധി വരുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇത്തരം ചില വെളിപ്പെടുത്തലുകൾ ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണോ? ഇല്ല, ഉണ്ടാവില്ല. ഞാൻ അയാളുടെ പറഞ്ഞ 10 പേരുടെ പേരിൽ കേസ് കൊടുക്കണമെന്നാ പറഞ്ഞത്. മാനനഷ്ട കേസ് ഞാൻ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. 10 പേരുടെ പേരിൽ മാനനഷ്ട കേസ് ഫയലിന് ഒരു 10 കോടി വെച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥ അടക്കം ഇനി കേരളത്തിൽ ഒരു ചെറുപ്പക്കാരനെ ഇതുപോലെ കള്ളക്കേസ് പെടുത്തരുത്. അത്രേ ഉള്ളൂ. തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ശാന്തിവിള ദിനേശ് എന്നൊരു സംവിധായകൻ ഇത്രയും വർഷം ഈ ന്യായീകരിച്ചത് മുഴുവൻ തിരുത്തേണ്ടി വരില്ലേ? പശ്ചാത്തപിക്കേണ്ടി വരില്ലേ മാധ്യമങ്ങൾക്ക് മുന്നിൽ? അതുണ്ടാകും. മലന്ന് പറക്കണം. കാക്കേടല്ല കാക്ക, അത് മലന്ന് പറക്കണം. ഈ കേസിന്റെ ഇന്ന് വരെ തെളിവന്വേഷിച്ച് നടക്കുക. എങ്ങനെ പിന്നെ അയാളെ ശിക്ഷിക്കും? ഒരു തെളിവ് വേണ്ടേ അയാളെ ശിക്ഷിക്കാൻ? അയാളുടെ പേരിലുള്ള കേസ് അന്വേഷിച്ചുകൊണ്ട് നടക്കുക. എന്നിട്ട് കണ്ടില്ലേ നിങ്ങൾ ഒരു കള്ള സംവിധായകനെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ കള്ളം പറഞ്ഞില്ലേ എന്നെ കോടതിയിൽ വെച്ച് കൊല്ലാൻ ഭീഷണിപ്പെടുത്തിയെന്ന്. ഒടുവിൽ അന്വേഷിച്ച പറഞ്ഞ അന്ന് ആ ദിവസം പർട്ടിക്കുലർ ദിവസം കേസേ ഇല്ല കോടതി. ദിലീപും വന്നിട്ടില്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും വന്നിട്ടില്ല. അങ്ങനെ കോടതി കയറി കാക്കിയിട്ടുകൊണ്ട് കള്ളം പറഞ്ഞ ഒരു ഏജൻസിയില്ല ഇത് അന്വേഷിച്ചത്. അയാള്
ആ കേസ് ഇല്ലാത്ത ദിവസം അയാളെ കോടതിയിൽ വെച്ച് ദിലീപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. സാറേ ഇതൊന്ന് കഴിഞ്ഞോട്ട് കാണിച്ചു തരാം. ഇങ്ങനെ എന്തെല്ലാം പറയാമോ? ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ആരെല്ലാം ചത്തോ അവരെ എല്ലാം ദിലീപ് കൊന്നെന്ന് ഇവിടെ എത്ര മഹാമാരി നിങ്ങളെ ചാനലുകളിൽ വന്നിരുന്നു പറഞ്ഞു. ശ്രീ ശാന്തിവിള ദിനേശ്, ബാക്കി എന്തും താങ്കൾ വേണമെങ്കിൽ നിശ്ചയിച്ചോളൂ. സൈബർ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, ഏട്ടൻ പാവാട ടീമിന്റെ അഴിഞ്ഞാട്ടമൊക്കെ നാട്ടുകാരൊക്കെ കണ്ടതല്ലേ? അതിലൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവുണ്ടല്ലോ. ബാക്കി എന്ത് നിഷേധിച്ചാലും എനിക്ക് ഒരാളിന്റെ പാവാട എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ പറയുന്ന പാവാട എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതൊന്നും അന്വേഷിച്ചു പോണ ആളല്ല. ആ പാവാടയൊക്കെ നിങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ മറിച്ചൊരു വിധി കോടതിയിൽ നിന്നുണ്ടാകുമെന്ന് ശ്രീ ശാന്തിവിള ദിനേശ് കരുതുന്നില്ല. കാക്ക മലന്ന് പറക്കും. കാക്ക മലന്ന് പറക്കും. ശരി, 24 മണിക്കൂറിനുള്ളിൽ ഏതായാലും താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് അതെ നമുക്ക് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ എന്തായാലും നമുക്ക് വീണ്ടും നിങ്ങൾ വെറുതെ സമയം കൂട്ടാതെ 24 ഇല്ല. മെസ്സേജ് അറിയാൻ 24 മണിക്കൂറൊന്നും വേണ്ടല്ലോ ഇനി. ശരി, നന്ദി ശ്രീ ശാന്തിവിള ദിനേശ്. അദ്ദേഹത്തിന്റെ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു. ധന്യാരാമൻ കേട്ടല്ലോ, കാക്ക മലർന്ന് പറക്കും. ഇനി പുതുതായിട്ട് വരുന്ന വെളിപ്പെടുത്തലുകൾ ഇപ്പൊ ഏത് തരത്തിൽ എങ്ങനെ വിധി വന്നാലും നിയമ പോരാട്ടം അവസാനിക്കില്ല എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അനുകൂലമായിട്ടുണ്ടായാലും കൃത്യമായിട്ടുള്ള ശിക്ഷയില്ലെങ്കിലും സുപ്രീം കോടതി വരെ അതിജീവിതം പോകും എന്നുള്ളതിലും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ മറിച്ചാണ് വരുന്നതെങ്കിൽ ഈ തരത്തിലുള്ള വലിയ ന്യായീകരണങ്ങളുടെ ഒരു പട അത് സൈബർ പടയുടെ വലിയ പട ഒക്കെ കാണേണ്ടി വരും. കൂടുതൽ ഈ പറഞ്ഞ പോലെ വെളിപ്പെടുത്തലുകളോ മറ്റുള്ളവരുടെ പേരുകൾ വലിച്ചിഴക്കലോ എന്തും ഉണ്ടാകാം. സിനിമാ ഇൻഡസ്ട്രിയെ മാത്രമല്ല, ഈ സംഭവത്തിലുണ്ടായ നിയമ നടപടികൾ, അതിനുശേഷം മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള ശുദ്ധി കലശമൊക്കെ നമ്മുടെ സാമൂഹിക മേഖലകൾ കൂടി പ്രതിഫലിച്ച ഒന്നാണ്. അതുകൊണ്ട് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ധന്യെ പോലെ അങ്ങനെ ഒരു വനിതാ ആക്ടിവിസ്റ്റ് പോലും അത്രയധികം ഉറ്റുനോക്കുന്ന ഒരു കേസ് കൂടിയാകുന്നത് അതുകൊണ്ടാണ്. ഏത് തരത്തിലാണ് ശാന്തിവിള ദിനേശും നേരത്തെ ശ്രീ ജോസ് തോമസും പ്രകടമാക്കുന്ന ആ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, അതിനെങ്ങനെയാണ് കാണുന്നത്? അവര് തന്നെ അതിന് റീസൺ പറയുന്നുണ്ട്. അവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ് അവരങ്ങനെ പറയുന്നത്. ഇപ്പൊ നമ്മളും നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളും ആദ്യം വിശ്വസിക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷെ ഇത്രയും എവിഡൻസുകളും ഈ വിചാരണയും എല്ലാം നേരത്തെ അപർണ പറഞ്ഞ പോലെ ഈ വിചാരണ തടസ്സപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. എവിഡൻസ് ഒരുപാടുണ്ട്. സർക്കംസ്റ്റൻസ് എവിഡൻസ് കളക്ട് ചെയ്ത് കൃത്യമായിട്ട് പൊതുസമൂഹത്തിനും കോടതിക്ക് മുൻപിലേക്ക് പിന്നെ നിയമപാലകർ എത്തിച്ചിട്ടുണ്ട്. അപ്പോ അത് കേസിൻ്റെതായിട്ടുള്ള രീതിയിൽ പോകണമെന്നല്ലോ. ഞാനത് വളരെ പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ 2025 മുതൽ ഈ സാമ്പത്തികം വളരെ അധികമുള്ള ആൾക്കാർ ഒരിക്കലും കേസുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോവുകയാണ്. നിങ്ങൾ കണ്ടതല്ലേ, കഴിഞ്ഞ ദിവസം ഒരു IT കമ്പനി നടത്തുന്ന ഒരാളുടെ കേസ്, അബ്യൂസ് ചെയ്യപ്പെട്ട സ്ത്രീ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി അവരുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും പോയിട്ട് മീഡിയേഷന് വിട്ടു. അങ്ങനെയൊന്നും ഒരിക്കലും ഒരു അതിജീവിതയോട് അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ ചെയ്യരുത്, അത് നിയമപരമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതുപോലും ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ, കോടതി വഴി സംഭവിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ആശങ്കയുണ്ട്. ഇത്തരത്തിലുള്ള സാമ്പത്തികമുള്ളവരുടെ, ഭയങ്കര പിടിപാടുള്ളവരുടെ, ഈ പിന്നെ സ്റ്റേറ്റിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സിനിമാ മേഖലയിൽ നിന്ന് ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗത്തിന്റെ ഒരു കേസ് വരുമ്പോൾ അത് വലിയ കുറ്റകൃത്യമാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെ നിയമം അതിനെ വിധിക്കുന്നു എന്നുള്ളത് കാണാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് നീതി കിട്ടുകയും വേണം. ഈ കാലഘട്ടത്തിലെ നിയമ സംവിധാനങ്ങൾക്ക് അപജയം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓരോ കോടതികളിൽ പോകുമ്പോൾ റേപ്പ് ചെയ്യപ്പെട്ട കുട്ടികൾക്കൊക്കെ അവരുടെ പ്രതികൾക്ക് ജാമ്യം കിട്ടുവാണ്. എനിക്കറിഞ്ഞൂടെ എന്താണ് ഈ കോടതികളിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഒരു വീട്ടിലെ പിന്നെ ഡ്രില്ലിംഗ് മെഷീനുമായിട്ട് കൊണ്ടുപോയിട്ട് ഒരു സ്ത്രീയുടെ കയ്യില് പിന്നെ വെട്ടി മുറിവേൽപ്പിച്ച ആൾക്കാർക്കും ഒക്കെ ജാമ്യം അങ്ങ് കേസുകളൊന്നും മുമ്പോട്ടേക്ക് പോകുന്നില്ല. ഒരു വിഭാഗം സമ്പത്തെറിഞ്ഞ് ഇവിടെ ഇഷ്ടമുള്ളത് അവർക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഇത്തരം കേസുകളൊക്കെ അതിന്റെ എന്ത് സംഭവിക്കുന്നുള്ളത് നമ്മൾ വളരെയധികം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാധാരണക്കാർക്ക് പോലും നീതി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ കാപ്പ കേസിലൊക്കെ പ്രതികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇതില് സാമ്പത്തികമുള്ള ആൾക്കാരെ ഒന്നും കാപ്പ കേസിൽ പെടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കണ്ടിട്ടുണ്ടോ? അവരൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു, അവർ കുറച്ച് സാമ്പത്തികം മുടക്കും, പിന്നെ ആ കേസ് അങ്ങ് തേച്ചുമാഞ്ഞു പോകും. 5 കേസ് ആകുമ്പോഴത്തേക്ക് 5 അവരങ്ങനെ കേസ് പിന്നെ ഡൈല്യൂട്ട് ചെയ്യും, സാമ്പത്തികം കൊടുത്ത് അതിനെ ഒന്നും അല്ലാതാക്കി കളയും. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ഇപ്പോഴത്തെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ എണ്ണം കൂടുവാണ്.
കേസുകളുടെ എണ്ണം കൂടുകയാണ്. പക്ഷെ നീതി നടപ്പിലാകുന്നില്ല. നിങ്ങൾ സത്യത്തിൽ കോടതി തന്നെ സംവിധാനങ്ങളുടെ ഈ നമ്പർ, എത്ര കേസുകൾ ഇനി എക്സിക്യൂട്ട് വിധിക്കാനുണ്ട്, എത്ര എണ്ണം, ഇത്രയും കോടതികൾ, ഇത്രയും സംവിധാനം ഉള്ളിടത്ത് എനിക്കറിഞ്ഞൂടാ എന്താണ് ഈ കോടതികളിൽ സംഭവിക്കുന്നതെന്നുള്ളത്. അത് ചെറിയ ചെറിയ മനുഷ്യരുടെ കാര്യങ്ങളിൽ ഇങ്ങനെയാണ്. അപ്പൊ പിടിപാടുള്ളവരുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും 8 വർഷമൊക്കെ ഒരു കേസ് നീട്ടിക്കൊണ്ട് പോയിട്ട് ഒരു പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴും അവരുടെ PR വർക്ക് എടുക്കുന്ന ആൾക്കാർ അത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ അതിജീവിതയെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇവിടെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായി, കോടികൾ കൊടുത്തു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി, അതിലെ 56 പേര് പോയി മൊഴി കൊടുത്തു. അവസാനം അതിനകത്ത് ഒരാൾക്ക് എന്തെങ്കിലും ഇവിടെ നടന്നു. അതൊക്കെ നമ്മളെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഭാവിയിൽ മനുഷ്യർ എങ്ങനെ ഇവിടെ ജീവിക്കും? ഇവിടെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നവർക്ക് എന്തു വേണേലും ആവാന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ഇത്തരത്തിലുള്ള കേസുകൾ നന്നായി ജഡ്ജ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. റൈറ്റ്, ഞാൻ തിരികെത്താം. ദിവ്യ, ഏത് തരത്തിലാണ് അതിജീവിതയെ പിന്തുണച്ചവർക്കെതിരെ, ആ നിലപാടെടുത്തവർക്കെതിരെ എന്ന് തുടങ്ങി അതിപ്പുറത്തോട്ട് ജില്ലാ ജഡ്ജി പോലും സംശയ നിഴലിലായിട്ടുള്ള ഒരു നിയമ പോരാട്ടം, ഒരു കേസും ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മലയാളി കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു കേസിലാണ് വിധി വരുന്നത്. അപ്പോൾ വിധി വരുന്നതിന് മുൻപ് തന്നെ അതിനുശേഷം മാനനഷ്ട കേസ് കൊടുക്കും എന്ന് ദിലീപ് അനുകൂലികൾ നേരത്തെ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഇതിനകത്തുണ്ട്. ഏത് വിധി വന്നാലും നിയമ പോരാട്ടം അവസാനിക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാകുന്നത്. ആ സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ കാണണം നാളെ വരുന്ന വിധി? ഇല്ല, കോടതി എന്ന് പറയുന്നത് നീതിപീഠമാണോ അനീതിപീഠമാണോ എന്നുള്ളത് നമുക്ക് നാളെ അറിയാം. അത്രേ അതിൽ പറയാൻ പറ്റൂ. നാളത്തെ വിധി എന്താകും എന്നുള്ളത് ഒരു ഊഹം പോലും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം നേരത്തെ ശ്രീമതി ധന്യരാമൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത്, പണത്തിന് മേലെ ഇവിടെ പോലീസോ സർക്കാരോ കോടതിയോ ഒന്നും പറക്കാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 10 ദിവസത്തിന്റെ മുകളിലായിട്ട് പോലും അയാളെ പിടിക്കാനുള്ള ഒരു ശുഷ്കാന്തിയോ ആവേശമോ ആർക്കുമില്ല. അപ്പൊ അങ്ങനെ ഒരു അവസരത്തില് ഇത്രയും സ്വാധീനമുള്ള സിനിമാ ഫീൽഡിൽ കണ്ടില്ലേ, ഇപ്പോഴും അയാൾക്ക് വേണ്ടി ഇത്രയും വർഷത്തിന് ശേഷവും വന്നിരുന്ന ചാനലുകളിൽ നിന്ന് വാദിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം എത്രത്തോളം ഇയാള് പണവും മറ്റു സ്വാധീനവും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ആക്രമിക്കപ്പെട്ട നടിക്ക് പോലും ആ ഒരു നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് അവർ പറഞ്ഞത് ജഡ്ജിയെ മാറ്റണം എന്നുള്ളത്. അപ്പം ഇത്രത്തോളം ഒരു കറക്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെ അല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ അത്. ഇതിൽ പിന്നെ നമുക്ക് പറയാവുന്ന ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത്, ഇത്രത്തോളം അതിജീവിത സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചതോടുകൂടി ഉണ്ടായ സിനിമാ ഫീൽഡിൽ തന്നെ ഉണ്ടായ സ്ത്രീകൾക്കിടയിൽ ഉണ്ടായ മാറ്റം, പൊതുസമൂഹത്തിൽ അതുണ്ടാക്കിയ ചലനം, ഇതൊക്കെ തന്നെയാണ് കാര്യമായിട്ടുള്ള അതിലൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നത്. കോടതിയിൽ നിന്ന് ഇനി എന്ത് വിധി വന്നോട്ടെ, എന്ത് വിധി തന്നെ വന്നാലും WCC എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു എന്നും ആ സംഘടന ഉണ്ടാക്കിയ ഒരു വിപ്ലവം, ഒരു ചലനം എന്ന് പറയുന്നത് ഒരിക്കലും നിഷേധിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളതും തന്നെയാണ് ഏറ്റവും ഞാൻ അതിൽ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം. മാത്രമല്ല പൊതുസമൂഹത്തിലെ സാധാരണ സ്ത്രീകൾക്ക് പോലും കൊടുത്തൊരു ഊർജം, ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള നടിമാർക്ക് വരെ കൊടുത്തൊരു ഊർജം, ഹേമ കമ്മിറ്റിയുടെ എന്തോ ആയിപ്പോട്ടെ, നമ്മൾ വിചാരിച്ച അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പക്ഷെ എന്നാൽ അത് വെളിപ്പെടുത്തിയ കുറെ കാര്യങ്ങളുണ്ട്. ഒരുപാട് നടന്മാരുടെ പൊയ്മുഖങ്ങള് അത് വലിച്ചു കീറാൻ ആ ഒരു മൂവ്മെന്റിന് പറ്റിയിട്ടുണ്ട്. നമ്മൾ പലരെയും പണ്ട് കണ്ട ജയസൂര്യയും മുകേഷിനും നമ്മൾ ഇനി ഒരു സമൂഹവും പഴയ കണ്ടുകൊണ്ട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒരിക്കലും നോക്കി കാണാൻ പോകുന്നില്ല. ഇവനൊക്കെ ഇങ്ങനെയാണല്ലേ എന്ന് തിരിച്ചറിവോട് കൂടി തന്നെ ഈ ആളുകൾ അവരൊക്കെ നോക്കി കാണുള്ളൂ. അപ്പൊ അതെന്ന് പറയുന്നത് ഈ അതിജീവിത തുടങ്ങി വെച്ച യുദ്ധത്തിന്റെ ഒരു റിസൾട്ട് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നത്. കോടതിയിൽ നിന്നുള്ള വരുന്ന വിധിയേക്കാൾ കൂടുതൽ ആ വിധി എന്താണ് എന്നുള്ളത് എനിക്കും വലിയൊരു പ്രതീക്ഷ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയേണ്ടി വരുന്നത്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, നീതി നടപ്പാവണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ പ്രതീക്ഷിക്കുന്നു എന്നൊരിക്കലും പറയാൻ കഴിയില്ല. പിന്നെ ദിലീപിന്റെ കേസില് ദിലീപിനെ സമൂഹം, ഒരു നടൻ എന്നുള്ള രീതിയിൽ അയാൾ മരിച്ചു കഴിഞ്ഞു. അയാൾക്ക് ജയില് ശിക്ഷ കിട്ടിയില്ലെങ്കിലും അയാൾ തൂക്കിക്കൊന്നില്ലെങ്കിലും ഒരു നടൻ എന്നുള്ള രീതിയിൽ ദിലീപ് മരിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു സത്യമാണ്. അയാളുടെ അടുത്തിറങ്ങിയ ഒരു സിനിമ പോലും വിജയിച്ചിട്ടില്ല, OTTക്ക് പോലും വേണ്ട. നമ്മുടെ പരിചയത്തിലുള്ള മനുഷ്യർ പോലും
ദിലീപിന്റെ സിനിമയാണോ? കാണുന്നില്ല. സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു നോക്കിക്കോളൂ, എല്ലാവരും അതിന്റെ അടിയിൽ കമന്റ് ചെയ്യുന്നതാണ്, ഈ റേപ്പിസ്റ്റിന്റെ സിനിമ ഞാൻ കാണില്ല. എത്രയോ കമന്റുകളാണ് വരുന്നത്. ഇയാളെ സമൂഹം ശരിക്കും പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് ഒരു നടന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. അതാണല്ലോ. അതിന് വലിയൊരു ശിക്ഷ അയാൾക്ക് കിട്ടാനില്ലല്ലോ. ശരിയാണ്, നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ നീതി നടപ്പിലാവണം, കോടതി കറക്റ്റ് ആയിട്ടുള്ള വിധി കൊണ്ടുവരണം, അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അയാൾ അനുഭവിക്കണം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പലതും വിലക്കെടുക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ നീതിയൊന്നും എനിക്കും പ്രതീക്ഷയൊന്നുമില്ല. എനിവേ, എന്തായാലും നീതി നടപ്പാക്കപ്പെടട്ടെ. കോടതി എന്നുള്ളത് നീതിപീഠമാണോ അനീതിപീഠമാണോ എന്നുള്ളത് നാളെ അറിയാം എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഓക്കെ, ശ്രീ ജോസ് തോമസ്, ഒരു പറ്റം സ്ത്രീകളുടെ നിയമ പോരാട്ടം ഇതിനകത്തുണ്ട്. അത് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറിയവരുടെ മാത്രമല്ല, അല്ലാത്തവരുടെയും ഉണ്ട്. ഏത് തരത്തിലാണ് അതിജീവിതം എന്നൊരു ഒരു ടേം പോലും കോയിൻ ചെയ്തതിനു ശേഷമാണല്ലോ. എങ്ങനെയാണ് എല്ലാ അതിജീവിതകളും എങ്ങനെയാണ് പോരാടുക, എങ്ങനെയാണ് മുഖം പോലും ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തിക്കൊണ്ട് സധൈര്യം പോരാടുക എന്നുള്ളതിനൊക്കെ ഒരു റോൾ മോഡൽ പോലും വെച്ച ഒരു കേസാണ് ഇതിനകത്ത്. അപ്പോഴും നേരത്തെ ദിവ്യ പറഞ്ഞതുപോലെ ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ ഇനി എന്ത് വിധി ഉണ്ടായാലും ദിലീപ് എന്ന നടൻ ഇനി എത്ര ബാക്കിയുണ്ട്, ഇനി എന്തുണ്ട് ഫ്യൂച്ചർ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. എന്നിട്ടും ഫിലിം ഫ്രറ്റേണിറ്റിയിൽ താങ്കളടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രതീക്ഷയുണ്ടോ? അതെന്ത് അടിസ്ഥാനത്തിലാണ് പല തവണ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ, വിചാരണ നീട്ടിക്കൊണ്ടുപോയി 8 വർഷം ഈ നീട്ടിക്കൊണ്ടുപോയതിന് പിറകിൽ മുഴുവൻ ദിലീപാണ് എന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് ആ പിന്തുണ? ഈ 2 വനിതാ പാനലിസ്റ്റുകൾ പറഞ്ഞതിന്റെ ആകെ തുകയെന്നാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നു 8 വർഷം ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത് ദിലീപ് നിരന്തരമായി കത്തി കൊടുത്തു നീട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു. ഇനിയിപ്പോ അവര് 2 പേരും പറഞ്ഞതിന്റെ ആകെ തുക നാളെ ദിലീപിന് ശിക്ഷയൊന്നും കിട്ടില്ല എന്നാണ് ഞങ്ങളും വിചാരിക്കുന്നത്. കാരണം കോടതി അനീതിയാണ് കാണിക്കുന്നത് എന്നല്ലേ ആ ധന്യാരാമൻ പറഞ്ഞത്. കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇത് തന്നെ ഉണ്ടാവും എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ദിലീപിനെ വെറുതെ വിട്ടാൽ ദിലീപിന്റെ പണത്തിന്റെ ബലത്തിൽ ദിലീപ് അവിടെ ഊരിപ്പോകുന്നു. അപ്പൊ ഈ പറയുന്ന നീതിന്യായ കോടതികൾ മുഴുവൻ അവിടെ ന്യായം നടക്കുന്നില്ല. പണത്തിന്റെ പേരിൽ പണത്തിന്റെ പുറകെ അവര് ന്യായങ്ങളെല്ലാം മാറ്റിമറിക്കുകയാണ് എന്നല്ലേ ഈ 2 വനിതാ പാനലിസ്റ്റുകൾ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ രണ്ടാമത് വിദ്യ പറഞ്ഞു ദിലീപിന്റെ പണമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്ന്. മാഡം, ദിലീപിന്റെ കയ്യിൽ നിന്ന് 1 രൂപയെങ്കിലും മേടിച്ചിട്ടോ ഒന്നുമല്ല ഞങ്ങളാരും സംസാരിക്കുന്നത്. അപ്പോ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ അതിജീവിതയുടെ നിങ്ങൾ കാശ് മേടിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ പറയേണ്ടി വരും. ഇത് അതല്ല ഞാൻ പറഞ്ഞത്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, പക്ഷേ കോടതിയെ വരെ നിയമം മാറ്റി എഴുതിക്കാൻ മിടുക്കനാണ് ദിലീപ് എന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ ധന്യരാമൻ അഡ്വക്കേറ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്, എനിക്കറിയില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ കോടതിയെ വരെ അല്ലെങ്കിൽ ജഡ്ജിനെ വരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാളാണ് ദിലീപ് എന്ന് പറയുന്നത്? അതിനുള്ള പണം അയാൾ വാരി എറിയും എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അങ്ങനെയാണോ നമ്മുടെ നീതിന്യായ കോടതി? നമ്മളൊക്കെ സത്യസന്ധമായി കോടതി നമുക്ക് തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ നിരപരാധിയാണെങ്കിൽ അയാളെ വെറുതെ വിടും, കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കും എന്ന് പറഞ്ഞില്ലേ നമ്മൾ കോടതിയിൽ മുമ്പിലേക്ക് പോകും. അവിടെ എങ്ങനെയാണ് പണം കൊടുത്ത് ഒരു ജഡ്ജിയെ സ്വാധീനിക്കാൻ കഴിയുമോ? ആ ജഡ്ജി കേട്ട അവരൊരു വനിതയില്ലേ, അവര് കേട്ട പരാതികൾക്ക് കണക്കുണ്ടോ? അവരെ കുറിച്ച് സോഷ്യൽ മീഡിയ എഴുതിയതിന് കണക്കുണ്ടോ? എന്താണ് ഒരാളെ ഇപ്പൊ അയാൾ പുരുഷനാണോ നടനാണോ എന്നുള്ളതല്ല. ഇപ്പം രണ്ടാമത്തെ വിദ്യ പറയുന്നത് കേട്ടു, നടൻ എന്നുള്ളതിലേക്ക് ദിലീപ് മരിച്ചു കഴിഞ്ഞു. മരിക്കട്ടെ, സംസ്കാരം നടക്കട്ടെ, 16 അടിയന്തരവും കഴിയട്ടെ, അത് അയാളെ ബാധിക്കുന്ന പ്രശ്നം. എന്നാൽ സിനിമ ഇൻഡസ്ട്രിയെ അയാളുടെ സിനിമകൾ ഓടാത്തതോ അല്ലെങ്കിൽ അയാൾക്ക് സിനിമയില്ലാത്തതോ ഒന്നും സിനിമ ഇൻഡസ്ട്രിയെ ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പുതിയ ഒരുപാട് നടന്മാരും നടികളും ഒക്കെ വരുന്നു. ഇതല്ല പ്രശ്നം. ഞാൻ പറയുന്നത് നിരപരാധിയാണെങ്കിൽ ഇപ്പൊ ഈ ഇവര് പാനലിസ്റ്റുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ദിലീപ് കുറ്റം ചെയ്തിരിക്കുന്നു, അതിജീവിതയ്ക്ക് ന്യായം കിട്ടണം. പാവം ആ പെൺകുട്ടി ഒരു കാറിൽ വരുമ്പോ ക്രിമിനൽസ് വന്ന് അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നിടത്ത് ഇതിൽ ദിലീപ് ഇതിൽ ഇൻവോൾവ്ഡ് ആണ് എന്ന് ഉറപ്പായിട്ടും ബോധ്യപ്പെട്ടിട്ടാണല്ലോ ഇവരൊക്കെ സംസാരിക്കുന്നത്. ഇവർക്ക് ഈ ബോധ്യം എവിടെ നിന്നാണ് കിട്ടിയത്? സർക്കംസ്റ്റാൻഷ്യസ് എവിഡൻസ് എല്ലാം ക്ലിയർ ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുന്നത്. സാഹചര്യ തെളിവുകളെല്ലാം കൃത്യമാണെങ്കിൽ
ദിലീപ് ശിക്ഷിക്കപ്പെടണം. ശ്രീ ജോസ് തോമസ്, പക്ഷേ സാഹചര്യത്തിൽ നിയമവഴികളിൽ എല്ലാം സുതാര്യമായിരുന്നു എന്ന് കേരളം കരുതുന്നുണ്ടോ? അങ്ങനെ താങ്കൾ വിചാരിക്കുന്നുണ്ടോ? 2 പ്രോസിക്യൂട്ടർമാർ പോയത് പോട്ടെ, ഒരു ജില്ലാ ജഡ്ജി പോലും സംശയത്തിന് നിഴലാവുകയും ഇതിനെതിരെ ഒക്കെ അതിജീവിതയ്ക്ക് ഇങ്ങനെ കോടതി കയറി ഇറങ്ങി ഇങ്ങനെ തടസ്സ ഹർജികൾ കൊടുക്കേണ്ടി വന്ന സാഹചര്യം മറ്റെവിടെയെങ്കിലും ഉണ്ടോ? പലതവണ ഇതാ ഇപ്പോഴല്ലല്ലോ, ഈ അവസാന നിമിഷത്തിലല്ലോ, എപ്പോൾ തൊട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്തോ അന്നു മുതലേ ഇത്തരം ഇടപെടലുകൾ, ആ ഇടപെടലുകളുടെ പിറകിലുള്ളത് പണ സ്വാധീനവുമല്ലാതെ മറ്റൊന്നുമല്ല. ഇത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? അങ്ങനെ നീതിയായ കോടതികൾ പണത്തിന്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ, കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ മാധ്യമങ്ങളടക്കം പുറത്തിറങ്ങണം. നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ശക്തമായിട്ട് പ്രതികരിക്കണം. എന്താണത് ചെയ്യാത്തത്? ഇവിടെ മാധ്യമങ്ങൾ ഇപ്പൊ നേരത്തെ പാനലിസ്റ്റ് പറഞ്ഞു, ഇവിടെ എന്താണ് IT പ്രൊഫഷണൽ ഒരു വലിയ മുതലാളി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, സുപ്രീം കോടതി പോയപ്പോൾ അത് അവരോട് ഒത്തുതീർക്കാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പറയും. അവിടെ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവർ തമ്മിൽ പരസ്പര സമ്മതത്തോടെയാണ് ബന്ധപ്പെട്ടിരുന്നതെന്ന് ബോധ്യപ്പെടുന്നുവെന്ന്. അതിനുശേഷമാണ് ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോഴാണ് പരാതി കൊടുത്തത് എന്ന് സുപ്രീം കോടതി ഇതിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോ ഇത് അത്തരം ന്യായങ്ങളിലൂടെ കാണണ്ടേ? അതുകൊണ്ട് കോടതിയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. കോടതി കാണുന്നത് എന്താണ്? കോടതിക്ക് വേണ്ടത് അവിടെ ആരുടെയും ഫേസ് അല്ല, പണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കോടതിക്ക് തെളിവുകൾ മാത്രമാണ്. അവിടെ സെന്റിമെന്റ്സ് ഒന്നും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. തെളിവുകൾ മാത്രം. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധിക്കുന്നത്. അപ്പൊ ഇവിടെ ദിലീപിന് എതിരായിട്ടുള്ള എല്ലാ തെളിവുകളും വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടും. പക്ഷെ ആ തെളിവുകളൊക്കെ കെട്ടിച്ചമച്ചതാണെന്നോ കൃത്യതയില്ലാത്തതാണെന്നോ വന്നു കഴിഞ്ഞാൽ ദിലീപ് വെറുതെ വിടും. അപ്പോൾ ഈ 2 പാനലിസ്റ്റുകളും, വനിതാ പാനലിസ്റ്റുകളുടെ ഒരു അഭിപ്രായം അനുസരിച്ച് നാളെ ദിലീപ് ശിക്ഷിക്കപ്പെടുമെന്ന് അവർക്കും വിശ്വാസമില്ല. എന്തുകൊണ്ടാണ്? അത് കോടതിയെ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം തെളിവുകൾ അത്രത്തോളം അപൂർണമാണ്, തെളിവുകൾ ഒട്ടും സ്ട്രോങ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് നമ്മൾ ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. തെളിവുകൾ അപൂർണം. പിന്നെ ദിലീപിനെ ശിക്ഷിക്കണം എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ കോടതിയിലല്ല, അല്ലാതെ പുറത്ത് ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഇവിടെ വന്നിരുന്ന അയാള് സിനിമയിൽ നിന്നും മരിച്ചു എന്നൊക്കെ പറയുന്നത് ആവട്ടെ. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഈ പുതിയ കാലഘട്ടം. എന്തും പറയാം എന്ന് പറഞ്ഞതുപോലെ അവര് ദിലീപിനെ ചീത്ത വിളിക്കുന്ന പോലെ എനിക്ക് ദിലീപിനെ നല്ലത് പറയാനുള്ള അവകാശമുണ്ടല്ലോ. അത് ദിലീപിനെ കാശ് മേടിച്ചിട്ടൊന്നുമല്ല. ഒരു വ്യക്തിയോട് തോന്നുന്ന, അല്ലെങ്കിൽ അയാളുമായി വർഷങ്ങളായിട്ട് അറിയാവുന്നയാളെന്നുള്ള നിലയ്ക്ക് അയാളുടെ സ്വഭാവം എന്താണെന്ന് അറിയാവുന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. അപ്പോ നേരത്തെ ശാന്തി പറഞ്ഞ ഇന്നുവരെ ഒരു കേസിലും പെട്ടിട്ടുള്ള ആളല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ തന്നെ ചോദിച്ചു, ആ പറയുന്നതിലത്തെ ന്യായം എന്ന് ചോദിച്ചു. ഏത് സമയത്തും ഒരാൾക്ക് കുറ്റം ചെയ്യാം, കുറ്റവാളിയാവാം. അതിന് നേരത്തെ തന്നെ കേസുകളൊന്നും വേണമെന്നില്ല. പക്ഷെ ഇവിടെ ദിലീപിന്റെ കേസുണ്ടോ ഇല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളെന്ന നിലയ്ക്ക് അയാൾ ഇത്തരം ക്രിമിനൽ പ്രവൃത്തി ചെയ്യുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് അതിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ പരസ്യമായിട്ട് വന്നിരുന്ന, മാധ്യമത്തിൽ വന്നിരുന്ന, അതല്ല അയാൾ ക്രിമിനലാണ്, അയാള് കൊന്നുകളയാണെന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. എന്റെ അഭിപ്രായമാണ്, എന്റെ ബോധ്യമാണ് ഞാൻ പറയുന്നത്. ആ 2 വനിതാ പാർട്ടികളും അവരുടെ ബോധ്യമാണ് പറഞ്ഞത്. അത് അവർക്ക് പറയാനുള്ള അവകാശം. ശരി ജോസ് തോമസ്, ഞാൻ ആ ചോദ്യം ധന്യരാമൻ ഇതാണ് പറയുക. അതായത് നേരത്തെ തന്നെ കോടതിയിൽ നിന്ന് മറിച്ചൊരു വിധി ഉണ്ടാവുകയാണെങ്കിൽ അത് കോടതി സുതാര്യമല്ലാത്തത് കൊണ്ടാണ് എന്നൊരു വാദത്തിലേക്ക് കടക്കുന്നു. മുൻകൂറായിട്ട് തന്നെ നിങ്ങളടക്കമുള്ളവർ ആ വാദം പറയുന്നത് ദിലീപ് നിരപരാധിയാണ് എന്നുള്ളൊരു വിധി വരും എന്ന് നേരത്തെ അറിയുന്നത് കൊണ്ടാണ്. ആ തരത്തിലാണ് ശ്രീ ജോസ് തോമസ് പറയുന്നത്. നേരത്തെ ശാന്തി വിള ദിനേശും പറഞ്ഞത് അത് തന്നെയാണ്. മാധ്യമ വിചാരണ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം നീക്കങ്ങൾ നടത്തി ദിലീപ് ഈ സമയത്ത് എന്നുള്ളതെല്ലാം അറിയുന്നതാണ്. പക്ഷെ അപ്പോഴും ഈ വിധി വരുമ്പോൾ കോടതിയുടെ മുന്നിൽ വരേണ്ടത് തെളിവാണ്. ആ തെളിവ് ദുർബലമായിരിക്കും എന്നുള്ളൊരു ഒരു പ്രതീക്ഷയുണ്ട് ആ ഭാഗത്തിന്റെ. ഇല്ല, അത് അങ്ങനെയല്ല. അത് പിന്നെ ഈ കേസ് നാളെ വിധി പറയാനിരിക്കെ അതിജീവിതയുടെ അഡ്വക്കേറ്റ് TV മിനി ചേച്ചിയാണ്. അപ്പൊ ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറയാൻ സാധിക്കത്തില്ല. ഇപ്പൊ നമുക്കായാലും നമുക്ക് അറിയാവുന്ന മുഴുവൻ കാര്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല. കാരണം ഇത് കോടതി നാളെ
ശിക്ഷ വിധിക്കാൻ പോകുന്ന ഒരു കേസാണ്. അത് ഒരു കാര്യം. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നേരത്തെ സംസാരിച്ച അദ്ദേഹം സംവിധായകനാണെന്നാണ് തോന്നുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് അതിജീവിതന്മാരെ കമ്പയർ ചെയ്യുകയാണ്. സുപ്രീം കോടതിയിൽ പോയ അതിജീവിതയെ പോലെ അല്ല നമ്മുടെ ഈ കേസിലെ അതിജീവിത. അവര് അനുഭവിച്ച് വന്നത് എന്താണെന്ന് ഒരുപാട് തവണ സൂയിസൈഡ് നമുക്ക് മരിക്കാൻ തോന്നുന്നു. ചേട്ടന്റെ വീട്ടിൽ ഏതെങ്കിലും ചിലപ്പം വൈഫ് കാണും, ചിലപ്പോൾ പെൺമക്കൾ കാണും, അല്ലെങ്കിൽ മരുമക്കൾ കാണും, അല്ലെങ്കിൽ സഹോദരിയുടെ മക്കൾ കാണാം. പെൺകുട്ടികൾ ചോദിച്ചു പോകണം. അതെ കുഴപ്പമില്ല ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേട്ടാ മതി. അതായത് ഈ പെൺകുട്ടികളെടുത്ത് നമ്മളിപ്പോ ഒരു ബസ്സിൽ പോകുമ്പോഴോ ഒരു എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ ഒരാൾ അനാവശ്യമായിട്ട് നമ്മളൊന്ന് തോണ്ടിയാൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് മാനസിക ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് ചേട്ടന്റെ വീട്ടിലെ പെൺകുട്ടികളോടൊന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അവർക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ ഇങ്ങനത്തെ ഒരു പിന്നെ സാഹചര്യത്തിൽ അവർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരിടത്താണ് ഒരു വാഹനത്തിനകത്ത് കുറച്ച് 7-8 കഴുകന്മാരുടെ ഇടയിലേക്ക് ഒരു പെൺകുട്ടിയെ കിട്ടുന്നത്. അപ്പൊ അവരെന്തെല്ലാം ചെയ്തിരിക്കും എന്നുള്ളത് അത് നിങ്ങൾക്കൊന്നും അത് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ചിലപ്പോൾ നിങ്ങളൊക്കെ സാധുക്കളായിട്ടുള്ള മനുഷ്യരായിരിക്കും, നിങ്ങൾ ഒരിക്കലും മറ്റുള്ള സ്ത്രീകളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കത്തില്ലായിരിക്കും. പക്ഷെ ഇവിടുത്തെ ക്രിമിനൽസ് അങ്ങനെയല്ല ചെയ്തത്. ആ പെണ്ണ് മരണത്തിൽ നിന്നോ അല്ല ആത്മഹത്യയിൽ നിന്ന് തിരിച്ചു കയറി വന്ന ഒരാളാണ്. അവർക്ക് നീതി കിട്ടണം. ഇത് ആര് തെറ്റി? ഇപ്പൊ ദിലീപ് ഞങ്ങൾക്കൊരു വിഷയമല്ല. ദിലീപിനെ ഞാൻ ഇതുവരെ സിനിമയിലൂടെ അല്ലാതെ നമ്മളാരും അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അദ്ദേഹത്തോട് ഒരു മുൻവൈരാഗ്യം വെക്കേണ്ട കാര്യം നമുക്കില്ല. പക്ഷെ ഇപ്പുറത്തെ ഒരു അതിജീവിത നിൽക്കുവാണ്. അവർക്ക് നീതി കിട്ടണം എന്നുള്ളതാണ്. അത് എത്ര ഇനി ഇവരെ അടച്ചാലും അവർ മരിക്കും അവരുടെ ജീവൻ പോകുന്ന അവിടം വരെ അവർക്ക് നേരിട്ട ഈ അതിക്രമം അവർക്ക് മറക്കാൻ പറ്റില്ല. ഓരോ സെക്കൻഡും അവര് എത്ര സന്തോഷം നമുക്ക് ചിരിച്ചു കാണിച്ചാലും അത് അവരുടെ ഉള്ളിൽ അങ്ങനെ പൊള്ളിച്ചുകൊണ്ടേയിരിക്കും. കാരണം 2010 തൊട്ട് ഇങ്ങോട്ടേക്ക് 1137 റേപ്പ് കേസ് ഒറ്റ വർഷം രജിസ്റ്റർ ചെയ്ത് ഭാഗമായിട്ട് നിന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾക്ക് നീതിപീഠത്തെയും മനുഷ്യരെയും സമ്പത്തുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം നല്ലപോലെ അറിയാം. അത്തരത്തിലുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ ഒരു കോർട്ടിലെത്തുന്ന കേസുകൾക്ക് എന്ത് സംഭവിക്കുന്നു 1-2 കേസുകളല്ല, ഞങ്ങളൊക്കെ 10,000-5,500ഓളം കേസുകളുടെ പുറകെ നിൽക്കുന്നവരാണ്. അപ്പൊ ഓരോ കേസിന് ഏത് ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു, ഈ ഇരകളെയൊക്കെ ഇട്ട് എങ്ങനെ ഓടിക്കുന്നു നിയമ സംവിധാനം അറിയാമോ? ഒരു കീഴ്ക്കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് പോകാൻ വക്കീൽ ഒരു 30,000 രൂപ കെട്ടിവെക്കാൻ പറ്റാതെ ഒരു റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയെ, അങ്ങനെയുള്ള മനുഷ്യർ ഇവിടെ ഇന്നും ഈ നിമിഷവും ജീവിച്ചിരിക്കുന്ന നാടാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനെ നിയന്ത്രിക്കാനായിട്ടും പൊതുസമൂഹത്തിന് വരും തലമുറയ്ക്ക് ഒരു വിശ്വാസം വേണം. സ്റ്റേറ്റിലും നിയമ സംവിധാനത്തിലും ഒരു വിശ്വാസം വേണമെങ്കിൽ ഇത്തരം കേസുകൾ നന്നായി വിധിച്ചേ പറ്റൂ. പിന്നെ ചേട്ടനറിയാം വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. മോഹൻലാൽ ഇവിടെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വലിയ ആസ്ഥാന നടനാണ്, ശരിയാണ്, എല്ലാമാണ്. പക്ഷെ പുള്ളിയുടെ കയ്യിൽ 5 ആനക്കൊമ്പും 19 ചന്ദന ശില്പവും ഉണ്ടായിരുന്നു. അത് കയ്യിൽ വെച്ചിട്ട് പുള്ളിക്ക് എതിരെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും പുള്ളിക്ക് പോകേണ്ടി വന്നിട്ടില്ല. പുള്ളിയുടെ കുടുംബം ആരാണെന്ന് ഇവിടുത്തെ നിയമപാലകർ തിരക്കിയിട്ടില്ല. നേരെ മറിച്ച് ഒരു ആദിവാസി ഒരു തടി ഒരു കാട്ടിലെ ഒരു മരത്തിന്റെ ബാർക്ക് അതിന്റെ തൊലി എടുത്ത് മരുന്ന് എടുത്തതിന് അവന് പിന്നെ 18 മാസം ജയിലിലടച്ചു. ആ ജാമ്യം എടുക്കാൻ പോലും അവർക്കൊരു നിർവാഹമില്ല. കാരണം പട്ടയം പോലും ഇല്ലാത്ത, ഭൂമി ഇല്ലാത്ത മനുഷ്യരാണ്. അവർക്കൊരു ജാമ്യം എടുക്കാനായിട്ട് ആളില്ലായിരുന്നു. അപ്പം ഈ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മോഹൻലാലിന്റെ സമ്പത്ത് ഉപയോഗിച്ച് തന്നെയാണ് ഈ നിയമ സംവിധാനത്തെ അട്ടിമറിച്ചത്. സെൻട്രൽ ഗവൺമെന്റിന് അയാൾക്ക് ഈ ആനക്കൊമ്പ് കയ്യിൽ വെക്കാനുള്ള അവകാശം ഉണ്ടെന്ന് അദ്ദേഹം പോയി ഓർഡർ എടുത്തതാണ്. അതെങ്ങനെ സാധിച്ചു? അപ്പൊ ഒരു ഗതിയും ഇല്ലാതെ ഒരു ആദിവാസി ഇവിടെ കിടക്കുന്നു. അത്രയും ഈ കേരളത്തിലെ സംവിധാനങ്ങളെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന മോഹൻലാൽ അപ്പുറത്ത് കിടക്കുന്നു. അയാൾ ഒരു തവണയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയോ? ഈ വനം വകുപ്പിന്റെ നിയമം അനുസരിച്ച് അയാൾ ആജീവനാന്തകാലം ജയിലിൽ കിടക്കേണ്ട ആളല്ലേ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല? അപ്പൊ സ്വാധീനം ഇല്ലാത്തവനും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരുപക്ഷെ എന്നെക്കാൾ എക്സ്പീരിയൻസ് സാറിന് ഉണ്ടായിരിക്കും. പക്ഷെ എന്റെ ഒരു എളിയ അറിവെന്ന് ഈ 5,500ഓളം കേസുകളുടെ പുറകെ നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഈ വിക്ടിംസിനെ അത്രയും ഈ നിമിഷവും എന്റെ ഒന്നും തലച്ചോറൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഈ നെഗറ്റീവ് മാത്രം കേട്ട് നമുക്കൊക്കെ ഒരു നോർമൽ ഇതിനകത്തോട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഈ ദുഃഖമുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ, അതിനോട് മാത്രമേ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞങ്ങളൊക്കെ സംസാരിക്കുന്നത്. അതുണ്ട് ധന്യ ആ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഒരു അതിജീവിത തോറ്റാൽ ഇനി മുന്നോട്ട് വരേണ്ട എത്ര അതിജീവിതന്മാർ പിറകോട്ട് പോകുമെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ആ ഒരു കൺസേൺ കൂടിയുണ്ട് ധന്യയുടെ വാക്കുകളിൽ. കൃത്യമായിട്ട് ഞാൻ തിരികെ എത്താം. റിട്ടയർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ് നമുക്കൊപ്പം. ശ്രീ ജോർജ് ജോസഫ്, 8 വർഷത്തെ നിയമ പോരാട്ടം, ഇതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഘടകങ്ങൾ ഒരുപാട്. അപ്പോഴും ഗൂഢാലോചനയുടെ തെളിവ് എങ്ങനെ കണ്ടെത്താൻ കഴിയും? ഒരുപക്ഷെ അതിൽ നിന്ന് ഊരിപ്പോന്നാലും അത്ഭുതപ്പെടാൻ
ഉണ്ടാവാനില്ല എന്ന് ആ വാദിഭാഗത്തിനു പോലും ഒരു നിരാശ കലർന്ന പ്രതികരണം നടത്തേണ്ടി വരുന്ന അതൊക്കെ തന്നെയാണ്. എന്താണ് താങ്കൾ കരുതുന്നത്? ഇത്രയും വർഷം ഈ കേസ് വ്യക്തമായി പരിശോധിച്ച ഒരാളെന്ന രീതിയിൽ ഇപ്പോൾ ഈ എത്തി നിൽക്കുന്ന സാഹചര്യം, നാളെ ഈ കേസ് പരിഗണിക്കുമ്പോൾ ദിലീപിന് ശിക്ഷ കിട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ്? എൻ്റെ അഭിപ്രായത്തിൽ അതിനകത്ത് കോടതിയിൽ വന്നിരിക്കുന്ന എവിഡൻസസൊക്കെ എന്താണെന്നൊക്കെ ഏകദേശമൊക്കെ എനിക്കും അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും. ഇത് 20 വർഷത്തെ ശിക്ഷ കിട്ടുമെന്നാണ് എൻ്റെ ഒരു കണക്ക്. കാരണം അതിനകത്ത് ഗൂഢാലോചന കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്, 120B തെളിഞ്ഞിട്ടുണ്ട്. കാരണം ദിലീപിൻ്റെ ഡിഫൻസ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അത് എവിഡൻസിൽ വന്നിരിക്കുന്നത് ഇയാളുമായിട്ട് പൾസർ സുനിയായിട്ട് യാതൊരു പരിചയവുമില്ലെന്നാണ്. അതെന്തായാലും പ്രോസിക്യൂഷന് കൃത്യമായി 120 ഉണ്ടെന്നും അവർ തമ്മിൽ കണ്ടിട്ടുണ്ടെന്നും 7 സ്ഥലത്ത് വെച്ച് കണ്ടെന്നാണ് കോടതിയിൽ എവിഡൻസ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് 4 സ്ഥലത്ത് കൃത്യമായി 2 പേരിൽ നിന്ന് സംസാരിക്കുന്നത്, 2 പേര് ആ സന്ദർഭത്തിൽ അത് അവരെ 2 പേരും വിറ്റ്നസ് ചെയ്തവരും കോടതി വന്ന് മൊഴി കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് 120B അതിൻ്റെ ഗൂഢാലോചന കൃത്യമായി പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് ബിജു പൗലോസിനും അതുപോലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്കും സാധിച്ചു, അജയകുമാറിന് സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളത് അനലൈസ് ചെയ്ത് നോക്കുമ്പം കോടതിക്ക് അത് തീർച്ചയായിട്ടും അതിനകത്തുള്ള 8 പ്രതികളും 10 പ്രതികളുണ്ട്, അതിനകത്ത് 8 പ്രതികളെ ശിക്ഷിച്ചേ പറ്റുള്ളൂ. കാരണം 7 പ്രതികൾ ഉറപ്പാണ്. കാരണം അതിനകത്ത് പൾസർ സുനി അയാളുടെ കൂട്ടാളികളും അത് പ്രൂവ്ഡാണ്, അതിനകത്ത് ഒരു യാതൊരു സംശയമില്ല. പൾസർ സുനി 7 വർഷം അകത്ത് കിടന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോണോ റിമാൻഡിൽ, അത് റെമിഷനായിട്ട് കിട്ടും. അത് തന്നെയല്ല, അതിനകത്ത് നമുക്കറിയാം പല സിനിമാ നടന്മാരും ധന്യ രാമൻ പറഞ്ഞ പോലെ അവരൊക്കെ കാലുവാരി, അവരൊക്കെ അതിനകത്ത് ആകെ ഈ കേസിന് അനുകൂലമായി നിന്നവർ 2-3 താരങ്ങളുണ്ട്. കുഞ്ചാക്കോ ബോബനും പൃഥ്വിരാജും ഒക്കെ നിന്നിരുന്നു. എനിക്ക് ഭാമ എന്നേരം എക്സാമിനേഷൻ സമയത്ത് കുറച്ചൊക്കെ മറുകണ്ഠം ചാടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 നടന്മാർ കൃത്യമായിട്ട് പിന്നിൽ നിന്നു. അതേസമയത്ത് മഹാനടന്മാരാരും ഒരു സപ്പോർട്ടും കൊടുത്തില്ല. അവർ അമ്മയുടെ ആൾക്കാരാണ്, ഞങ്ങൾ ആ അതിജീവിതയുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അവർക്കാർക്കും ദിലീപിന് എതിരായിട്ട് പറയാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. കാരണം അവർക്കൊക്കെ എതിരായിട്ടുള്ള പല സാധനങ്ങളും ദിലീപിൻ്റെ കയ്യിലുണ്ട്. ദിലീപിനെ നമുക്കൊക്കെ അറിയാം, നല്ല നടനെ, നമ്മളൊക്കെ ഇപ്പോഴും ദിലീപിൻ്റെ സിനിമ എൻജോയ് ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ഒരു പ്രവൃത്തി ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരിടത്തും നടക്കാത്ത ഒരു കൊട്ടേഷനായിരുന്നു അത്. കാരണം ഇത്ര വികൃതമായ രീതിയിലുള്ള ഒരു കൊട്ടേഷൻ കൊടുത്ത് അത് റേപ്പ് ചെയ്യാനായിട്ട് ഒരാൾ കൊട്ടേഷൻ കൊടുക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അവരവരൊക്കെ റേപ്പ് ചെയ്ത കേസുകൾ ധാരാളം വന്നെങ്കിലും അല്ലെങ്കിൽ ഗാങ് റേപ്പ് ഉണ്ടായെങ്കിലും ഒരു കൊട്ടേഷൻ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഒരു റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഈ റേപ്പിൻ്റെ ആക്ടിവിറ്റീസിലൊന്നും ദിലീപില്ല. പക്ഷേ 120B വന്ന് പ്രൂവ് ചെയ്ത സ്ഥിതിക്ക് അതിനകത്ത് മറ്റു പ്രതികൾക്ക് 20 വർഷം ശിക്ഷ കിട്ടിയാൽ അതേ ശിക്ഷ തന്നെ 120Bക്കാരനും കൊടുത്തേ പറ്റുള്ളൂ. അവിടെയാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഇതിനകത്തുള്ള എവിഡൻസുകൾ. ഇതിനകത്ത് നാദിർഷ അവരൊക്കെ ഹോസ്റ്റലായി, അങ്ങനെ കുറേ നടന്മാർ ദിലീപിൻ്റെ കൂടെ സുഹൃത്തുക്കളാണ്. അവർക്ക് ദിലീപിനെതിരായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നാദിർഷ 30,000 രൂപ ഈ പൾസർ സുനിക്ക് ഇട്ടുകൊടുത്തതിന് എവിഡൻസ് ഉണ്ട്. പണം വന്നിട്ടുണ്ട്. പിന്നെ 1,10,000 രൂപ ആദ്യം കൊടുത്തിട്ടുണ്ട്. 1.5 കോടി രൂപയ്ക്കാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയത്ത് ഇത് ഏതെങ്കിലും രീതിയിൽ സ്ലിപ്പായിട്ടുണ്ട്, കേസ് നടത്താനും മറ്റുമായിട്ട് 3.5 കോടി രൂപ കൊടുക്കാവുന്നു. എഗ്രിമെൻറ്റ് അവർ തമ്മിൽ ഓറൽ എഗ്രിമെൻ്റ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടെയുണ്ട്. കാരണം ജയിലിൽ വെച്ച് പൾസർ സുനി ദിലീപിന് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. അത് പൾസർ സുനിയുടെ തടവുകാരൻ എഴുതി വേറെ 3ാമതൊരു തടവുകാരൻ അടുത്തിരിക്കുന്ന സമയത്താണ് അത് എഴുതുന്നത്. അത് ജയിലിൻ്റെ CCTV ദൃശ്യത്തിൽ നിന്ന് എവിഡൻസ് കോടതിയിൽ വന്നിട്ടുണ്ട്. ആ ലെറ്റർ ഇവിടെ ദിലീപിന് കിട്ടിയിട്ടുമുണ്ട്. അതൊരു വളരെ വൈറ്റൽ എവിഡൻസാണ്. കാരണം അത് ദിലീപാണ് പറഞ്ഞിട്ടാണ് ഈ കൊട്ടേഷൻ നടപ്പാക്കിയെന്നുള്ളത് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ദൃശ്യം നമുക്കറിയാം. ഈ കേസിൻ്റെ ആ ദൃശ്യം അത് ഈ സംഭവത്തിന് ശേഷം നേരെ ഓടി അവിടെ മാളവിയ എന്തോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ദിലീപിൻ്റെ വക അവിടെ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് തുടക്കത്തിൽ മനസ്സിലായത്. പക്ഷേ ഈ ദൃശ്യം പിന്നീട് നമുക്ക് ദിലീപിൻ്റെ അവിടുത്തെ സ്ക്രീനിൽ താനിരുന്നു കണ്ടു എന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ ഇവിടെ
ഉണ്ടായിരുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും ആയിരുന്ന ഒരാൾ അയാൾ മരിച്ചുപോയി. കൃത്യമായിട്ട് കോടതിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനത് കണ്ടു. ആ ദൃശ്യം അവിടുത്തെ ദിലീപൻ്റെ അനിയൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇപ്പോൾ റിട്രീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ആ 120 ആ കോൺസ്പിറസി ആരാണ് നടത്തിയത് അവരിലേക്ക് ദൃശ്യം ചെന്നെന്ന് കോടതിയിൽ തെളിയിച്ചിട്ടുണ്ട്. ആ ദൃശ്യം പിന്നീട് കോടതിയിൽ ആഷ് വാല്യൂവിലൊക്കെ വ്യത്യാസം വന്നെങ്കിലും ഒറിജിനൽ സാധനം ഫോറൻസിക് ഉള്ളതുകൊണ്ട് ആ ദൃശ്യത്തിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കോടതിയിൽ 3 സ്ഥലത്ത് 2018 ജനുവരി മാസത്തിലെ അങ്കമാലി കോടതിയിലും 2018 ഡിസംബർ മാസത്തിലെ മുനിസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ ഓഫീസിലും ട്രയൽ കോടതി 2024 എനിക്ക് തോന്നുന്നു. ആ 3 സ്ഥലത്ത് വെച്ച് ഇത് വിശദമായിട്ട് കണ്ടിരിക്കുന്നു ആര്. അതിനൊക്കെ കേസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ദൃശ്യത്തിനൊന്നും ഒരു പ്രശ്നമില്ല. കാരണം അത് കൃത്യമായി ദിലീപിൻ്റെ വീട്ടിലിരുന്ന് കണ്ടെന്ന് അത് പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള എവിഡൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ദിലീപിന് വളരെ ദോഷകരമായ ഒരു വിധി തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കേസ് വിട്ടുപോകേണ്ടി വരും. ഇപ്പോഴും അങ്ങനെയല്ല ഉണ്ടാവുക എന്ന് പറയുന്നത് ദിലീപിനെ അനുകൂലിക്കുന്നവർ മാത്രമല്ല. നേരത്തെ ശാന്തി ദിനേശ് പറഞ്ഞത് 10 പേർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുകയാണ് ദിലീപ് ചെയ്യുക, ദിലീപിന് അനുകൂലമായി വിധി വന്നാൽ എന്നാണ്. പക്ഷേ അപ്പോഴും മറുവശത്ത് നിൽക്കുമ്പോൾ ഈ വലിയ നിയമ പോരാട്ടം നടത്തുന്നവരടക്കം, സ്ത്രീ ആക്ടിവിസ്റ്റുകളടക്കം ഈ നിയമ പോരാട്ടത്തിന്റെ സുതാര്യതയിൽ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം പല ഘട്ടങ്ങളുണ്ടായിരുന്നു. ജില്ലാ ജഡ്ജി പോലും സംശയനിഴലായ കേസ്, അങ്ങനത്തെ ഒരു ചരിത്രം പോലും ഉള്ളതുകൊണ്ട് നീതി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറയാൻ നിർബന്ധിതരാകുന്നുണ്ട് പലരും. ഇല്ല, നീതി കിട്ടും തന്നെ. കാരണം ആദ്യത്തെ കുറ്റച്ചാർജിനകത്ത് നമുക്കറിയാം ഏതാണ്ട് 28 സാക്ഷികളെ വിസ്തരിച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ട്രയൽ നിർത്തി വെച്ചിട്ട് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ബൈജു പൗലോസ് എല്ലാവരും. അതിനകത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഒരു എവിഡൻസ് സിനിമാ പ്രൊഡ്യൂസർ ദിലീപിൻ്റെ ഫ്രണ്ട് കോടതി പ്രൊഡ്യൂസ് ചെയ്തു. അതേ സമയത്ത് ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് പുതിയ സാക്ഷികളും വന്നു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അതൊക്കെ കൊടുത്തോട്ടെ, അതിനകത്തൊക്കെ ദിലീപിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കോടതിയുടെ മുമ്പിലിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ്, ആ ഡിപ്പോസിഷൻസ്, അത് തന്നെയല്ലേ പ്രതിഭാഗം രാമൻപിള്ളയൊക്കെ നല്ല ആർഗ്യുമെൻറ്റ് നടത്തിയിട്ടുണ്ട്, കൗണ്ടറും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും പൊതുവായി ആ കുറ്റച്ചാർജ് ബ്രേക്ക് ചെയ്യാനായിട്ട് ദിലീപിൻ്റെ വക്കീലിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് അവിടെ കൂടുതൽ നടന്നുകൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ ചോർന്ന് കിട്ടിയതൊക്കെ വെച്ചിട്ടാണ് ഇതുവരെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും റിലയബിൾ ആയിട്ടുള്ള കുറേ വിവരങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനും പൾസർ അവർക്കൊക്കെ എതിരായിട്ട് വളരെ ശക്തമായ എവിഡൻസ് ഉണ്ട്. അത് കോടതി പ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ കേസ് അദ്ദേഹത്തിൻ്റെ ഭാഗം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ 8ാം പ്രതി എന്നുള്ള സ്ഥാനം, ഗൂഢാലോചന സ്ഥാനം പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇത് കോടതിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്തിനാണ് ഈ കൊട്ടേഷൻ നടത്തിയെന്നുള്ളത് കോടതിയിൽ എവിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടി വരും. കാരണം പൾസർ സുനി ഇന്നുവരെ ഈ ഒരു കൊട്ടേഷൻ നടപ്പാക്കിയിട്ട് ആ അതിജീവിതയുടെ അടുത്ത് നിന്ന് പണം ചോദിക്കുകയോ അവരുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇതിന് ശേഷം ഈ കൊട്ടേഷൻ നടപ്പാക്കിയ ശേഷം ബന്ധപ്പെട്ടിരിക്കുന്ന ആരാണ്? കോടതിയിൽ നിന്ന് ലെറ്റർ അയച്ചിരിക്കുന്ന ആരാണ്? അത് ദിലീപിലേക്കാണ്. വേറെ ആരും മലയാള സിനിമയിലുള്ള ഒരു നടന്മാരെ പറ്റിയും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിനകത്തൊരു കൃത്യമായ ഒരു മോട്ടീവ് ഉണ്ട്. കാരണം മഞ്ജു വാര്യർ അവരുടെ ഡിപ്പോസിഷനിൽ അവരെയാണ് ആദ്യം PW1 ആയിട്ട് ഇതിനകത്ത് വിസ്തരിച്ചിരിക്കുന്നത്. അവർ കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു ഗൂഢാലോചനയുണ്ട്, അത് ദിലീപിലേക്ക് തന്നെയാണ് ആ ഗൂഢാലോചന അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ നടി ഈ ഭാര്യയിലെടുത്ത് കാവ്യമായിട്ടുള്ള ബന്ധം ചോർത്തിക്കൊടുത്തതാണ് വൈരാഗ്യത്തിന് കാരണം എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തത്, ഒരു പാഠം പഠിപ്പിക്കാൻ. പക്ഷേ ഇത്ര രീതിയിലുള്ള ഒരു വലിയ സംഭവമായി മാറുമെന്ന് ദിലീപ് വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം മലയാളത്തിലെ നല്ലൊരു നടനാണ്, ധാരാളം സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മഹാനടന്മാരെന്ന് പറയുന്നവരുടെ മുകളിൽ ഉള്ള ഒരു വ്യക്തി തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്ര അഭിനയത്തിൻ്റെ നല്ല തികവ് കാണിക്കുന്ന ഒരു വ്യക്തി തന്നെ. എത്രയോ സിനിമയിൽ എത്രയോ നടന്മാർ, എത്ര വ്യത്യസ്തമായ വേഷങ്ങളാണ് നമ്മൾ. അതൊക്കെ ദിലീപിനെ നമ്മളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ദിലീപാണ് ഈ കൊട്ടേഷൻ കൊടുത്തതെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്.
സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അജയകുമാർ കൃത്യമായ അത് 2-3 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അത് ഇട്ടിട്ട് പോവുകയുണ്ടായി. പക്ഷേ അജയകുമാർ അചഞ്ചലമായിട്ട് നിന്നു, ബൈജു പൈലോസിൻ്റെ ഒപ്പം നിന്നു. അതിൻ്റെ കോടതിയിൽ കൃത്യമായ രീതിയിൽ അതിൻ്റെ PW1 മുതൽ ഇതുവരെ വിസ്തരിച്ചിരിക്കുന്ന എല്ലാവരുടെയും മൊഴികൾ അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കോടതിക്ക് അത് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ ദിവ്യ, ഇത് ഒരു പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നിയമവൃത്തങ്ങളിലും ഇതേ പ്രതീക്ഷയും ഇതേ കാൽക്കുലേഷനുമാണ് ഉള്ളതെങ്കിൽ ഈ പോരാട്ടം അത് നീതിയുടെ ഭാഗത്തേക്ക് തന്നെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ് നിർത്തുമ്പോൾ തോന്നുക. എനിക്ക് ഒന്ന് ഓഡിബിൾ ആയില്ല, ഒന്നുകൂടി ഒന്ന് പറയാൻ പറ്റുമോ? ചോദ്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ് താങ്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരു സംശയമുണ്ടല്ലോ, ഈ നിയമ പോരാട്ടം നടത്തുന്നവർക്കും നീതി കിട്ടുമോ എന്നുള്ള ഒരു സംശയം. അത് ഈ കാൽക്കുലേഷൻ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നിയമവൃത്തങ്ങൾക്കും ഉള്ളതെങ്കിൽ ആ നീതിയെക്കുറിച്ച് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനിയുള്ള മണിക്കൂറുകൾ എന്നാണ് തോന്നുക. ശ്രീ ജോർജ് ജോസഫ് ഇവിടെ കൃത്യമായിട്ട് ഇപ്പൊ നമ്മുടെ നേരത്തെ സംവിധായകൻ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ശരിക്കും ഇപ്പോൾ പൂർണ്ണമായിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മുടെ ഡയറക്ടർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നിനും തെളിവില്ല എന്നുള്ളതാണല്ലോ. പക്ഷെ കൃത്യമായിട്ട് ഇപ്പൊ ജോർജ് ജോസഫ് സാറ് ആ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എവിഡൻസ് നമ്മുടെ മുന്നിൽ വെച്ചു കഴിഞ്ഞു. ഇത് നീതിബോധമുള്ള ഒരു ജഡ്ജിയുടെ മുന്നിലാണ് ഈ തെളിവുകൾ ഉള്ളതെങ്കിൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വളരെ നീതിയുക്തമായിട്ടുള്ള ഒരു വിധി തന്നെ നാളെ വരും, സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ അതിജീവിത അടക്കം ഈ ജഡ്ജിയിൽ നിന്ന് കേസ് മാറ്റണം, എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളും പല തിരിമറികളും കളികളും ഒക്കെ നമുക്കും എവിടേക്കോ ബോധ്യപ്പെട്ടത് കൊണ്ട് അത്രയ്ക്ക് ഈ പറഞ്ഞ ഒരു പ്രതീക്ഷ എന്നെ പോലുള്ള വ്യക്തികൾക്കില്ല. ജോസഫ് സാർ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. വളരെ ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ ആ എവിഡൻസിന്റെ മുന്നിൽ. അതുപോലെ തന്നെ അന്ന് ഇപ്പം അന്തരിച്ചു പോയ ബാലേന്ദ്രകുമാർ, അദ്ദേഹം അന്ന് കൃത്യമായിട്ട് ചാനലുകളിൽ, അദ്ദേഹം ആരോഗ്യത്തോടെ ഇരുന്ന സമയത്ത് മുഴുവൻ എല്ലാ ചാനലുകളിലും വന്നിട്ട് അദ്ദേഹം കണ്ട കാര്യങ്ങളും അദ്ദേഹം കേട്ട കാര്യങ്ങളും കൃത്യമായിട്ട് ലോകത്തെ അറിയിച്ചിട്ടാണ് മനുഷ്യൻ മരിച്ചുപോയത്. അപ്പൊ ഇതൊക്കെ ഏതൊരു സാമാന്യ ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യർക്ക് മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നീതിബോധമുള്ള ഒരു ജഡ്ജിക്ക് ഇത് മനസ്സിലാക്കാവുന്നതും ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിധി നാളെ പുറപ്പെടുവിക്കാവുന്നതുമേ ഉള്ളൂ. എന്നാൽ പോലും ഈ പറഞ്ഞ നമ്മുടെ പണത്തിന് മേലെ പരുന്തും പറക്കാത്ത ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ആ ഒരു അവസ്ഥ എന്തായിരിക്കും, നാളത്തെ വിധി എന്തായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനോ എന്തായിരിക്കും എന്ന് പ്രതീക്ഷിക്കാനോ എനിക്ക് കഴിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ, അല്ലെങ്കിൽ ഇനി ഭാവിയിലും ഇത് ഉണ്ടാക്കുന്ന സാമൂഹികമായിട്ടുള്ള ചലനങ്ങൾ, സിനിമയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ഇതിന്റെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. അതിന്റെ ഒരു പോസിറ്റിവിറ്റി മാത്രമാണ് ഞാൻ ഇതില് കാണുന്ന ഒരു കാര്യം. ഇനിയും ഒരുപാട് സ്ത്രീകൾക്ക്, കാരണം മുഖം മറയ്ക്കാതെ, ആ നടി മുഖം മറയ്ക്കാതെ, ചാനലുകൾ പിന്നെ അത് ബ്ലർ ചെയ്ത് കാണിച്ചു, കാരണം നിയമം അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ ഒരു പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തുക എന്നുള്ളത് ഒരു അതിജീവിതം എന്ന് വരെ ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷെ അതുവരെ ചെയ്തു എന്നുള്ളത് ഭയങ്കര ഒരു മെസ്സേജ് അല്ലേ നമ്മളെ ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടികൾക്കൊക്കെ, റേപ്പ് ചെയ്യപ്പെട്ട, ഇപ്പോഴും നീതിക്ക് വേണ്ടി കോടതി കയറി ഇറങ്ങുന്ന, ഇപ്പോഴും മുഖം മറച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് പേർക്ക് കൊടുക്കുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ. അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും. അതാണ് ഇനി വലിയ പ്രവചനങ്ങൾക്കുള്ള സമയമില്ല. 8 വർഷത്തെ ആ നിയമ പോരാട്ടത്തിന്റെ വിധിയാണ് പുറത്തു വരുന്നത്. പക്ഷേ അതിജീവിതയ്ക്ക് തിരിച്ചടി ഉണ്ടായാൽ ഇനി മുന്നോട്ട് വരാൻ നിൽക്കുന്ന ഒരുപാട് അതിജീവിതകളെയാണ് അത് ബാധിക്കുക എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ടാണ് സമൂഹം മലയാള സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഈ വിധി എന്താകുമെന്ന് ഉറ്റ് നോക്കുന്നത്. പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ചു, കിട്ടുമോ ദിലീപിന് ശിക്ഷ എന്നുള്ളതിൽ 64% പ്രേക്ഷകരും ദിലീപിന് ശിക്ഷ കിട്ടും എന്നുള്ള അഭിപ്രായമാണ് പ്രകടമാക്കുന്നത്. വളരെയധികം നന്ദി ജോസ് തോമസ്, ധന്യ രാമൻ, ശ്രീ ജോർജ് ജോസഫ്, ഒപ്പം ദിവ്യ ദിവാകരൻ, ശാന്തിവിള ദിനേശ്, പ്രേംപെറ്റൽ, ഭാഗ്ന. നമസ്കാരം.